ഇപ്പോൾ നമുക്കൊപ്പം സുറിൻ നായിപ്പ് MG യൂണിവേഴ്സിറ്റി അഭിഭാഷകനാണ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സുറിൻ, എന്താണ് നീക്കം? ഇന്ന് വിസിയെ കാണുമ്പോൾ പരിശോധിച്ചു വരികയാണ്, അതിന്റെ നിയമവശങ്ങൾ എന്താണ് പറഞ്ഞത്? എന്താണ് വിസിയുടെ നീക്കം? എങ്ങനെയാണ് ഈ ഗവർണറുടെ നിർദ്ദേശത്തെ കാണുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ലെറ്റർ ഹാസ് നോട്ട് ബീൻ ഹാൻഡഡ് ഓവർ ഫിസിക്കലി. ഇത് ഒരു കത്ത് കൊടുത്തില്ല, ഓവർ ഇമെയിലിൽ കൂടെ ലഭിച്ച ഒരു അറിയിപ്പ് മാത്രമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നാച്ചുറലി ഇപ്പം ഈ സുപ്രീം കോടതി വിധിയുടെ നൈസിറ്റീസ്, അത് UGC മാനദണ്ഡങ്ങൾ ഏതു തരത്തിലാണ് അതിനകത്ത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം പുനഃപരിശോധിക്കാനായിട്ട് വരുമല്ലോ നാച്ചുറലി. പിന്നെ മാത്രമല്ല, സോഫാർ MG യൂണിവേഴ്സിറ്റി ഈസ് കൺസേൺ, MG യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറെ നിയമിച്ചിട്ടുള്ളത് അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് സദാശിവൻ ഗവർണർ ആയിരിക്കുമ്പോഴാണ്. ആൻഡ് ഡു യു മീൻ ടു സേ ദാറ്റ് ജസ്റ്റിസ് സദാശിവൻ ഡസ് നോട്ട് നോ ദ ലോ? നിയമം അറിയില്ലാത്ത ഒരാളാണോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആള്? ഒരിക്കലും അല്ലല്ലോ. അപ്പൊ നാച്ചുറലി അപ്പൊ ആ കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കണം. ഇപ്പൊ പെട്ടെന്നൊരു തീരുമാനത്തിലേക്കോ പെട്ടെന്നൊരു അഭിപ്രായത്തിലേക്കോ ഒന്നും ആർക്കും വരാൻ കഴിയത്തില്ല. ഇറ്റ് ഹാസ് ഗോട്ട് എ റാമിഫിക്കേഷൻ. ഇതിപ്പം വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ചാൻസലർ ഈസ് നൗ പ്ലേയിങ് ഫോർ ദ ഗാലറി. ഒരു സുപ്രീം കോടതി വിധി വന്നതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാനാണ് അദ്ദേഹത്തിന് ഉദ്ദേശമെങ്കിൽ നാച്ചുറലി ഇറ്റ് ഹാസ് ടു ബി ഡെൽറ്റ് വിത്ത് സെപ്പറേറ്റ്ലി. അത് വേറെ തലത്തിൽ അത് കാണേണ്ടതല്ലേ? ഈ പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാനാകില്ല എന്ന് പറയുമ്പോൾ പോലും 11:30 ഡെഡ് ലൈൻ ആണ്. ഓവർ എൻ ഇമെയിൽ നമ്മൾ രാജ്യം മുഴുവൻ ദീപാവലി ആഘോഷിക്കുന്ന ഒരു സമയത്ത് ഓവർ എൻ ഇമെയിൽ ഒരു എഴുത്ത് വന്നിട്ട് നിങ്ങൾ കസേര ഒഴിഞ്ഞു പോകണം പറയുന്നത് എന്ന് ന്യായം എന്താ ഒന്ന് ആലോചിക്കണ്ടേ? അപ്പൊ അതൊക്കെ ഇവിടുത്തെ സ്ഥിതി. നമ്മൾ അതൊക്കെ ഇത് നമ്മളിപ്പോ ഒരു സാധാരണ ബാങ്കിന്റെ ജനറൽ മാനേജർ സെക്രട്ടറിയോട് മാറാൻ പറയുന്നവരാണോ ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറോട് പറയുന്നത്? ഒരു ആക്ടും സ്റ്റാറ്റ്യൂട്ടിൽ നിർമ്മിതമായ ഒരു സ്ഥാപനത്തിന്റെ സ്വയംഭരണ അവകാശമുള്ള സ്ഥാപനത്തിന്റെ ഡയറക്ടറോട് വൈസ് ചാൻസലറോട് പ്രിൻസിപ്പൽ ഓഫീസറോട് നിങ്ങൾ രാവിലെ 11:30 മാറിക്കോളം എന്ന് പറയുന്നത് എന്ത് ന്യായമുള്ളത്? പിന്നെ അതിന് അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ രാജശ്രീ ടീച്ചറുടെ കേസിനകത്ത് ഇറ്റ് ഈസ് എൻ ഇന്റർ പാർട്ടി ജഡ്ജ്മെന്റ് വോട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. അവർ ആ കേസിലെ വാദിയും പ്രതിയും തമ്മിലുള്ള തർക്കത്തിനകത്തുള്ള കോടതി വിധിയാണ്. ലോ ഓഫ് ആർട്ടിക്കിൾ 142 ആ വിധി വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇഫിറ്റ് ആർട്ടിക്കിൾ 142 മാത്രമല്ല, അതിന് നോട്ട് റീച്ച് ഫൈനാലിറ്റി. അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള കക്ഷികളെല്ലാം അതിനെ സംബന്ധിച്ച് റിവ്യൂ നൽകുന്ന കാര്യം ഉൾപ്പെടെ പരിഗണനയാണെന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് നോട്ട് ബിക്കം ഫൈനൽ. സപ്പോസ് അസ്യൂം ഫോർ എ മൂമെന്റ് ഇപ്പം ആ വിധിക്കെതിരെ ഒരു റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യപ്പെടുന്നു. ആ റിവ്യൂ പെറ്റീഷനിൽ കോടതി മറിച്ചൊരു അഭിപ്രായം പറയുന്നു. ഇപ്പൊ ഈ ഗവർണർ കാണിക്കുന്ന മുഴുവൻ എക്സ്പ്രൈസും ഇത് ഫ്യൂട്ടൈൽ. പക്ഷേ അങ്ങനെ ഒരു റിവ്യൂ പെറ്റീഷൻ ഭാവിയിൽ സമർപ്പിക്കപ്പെടുമോ എന്ന് നോക്കി ഗവർണർ നീങ്ങേണ്ടതുണ്ടോ? അദ്ദേഹത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു. സുപ്രീം കോടതി വിധി എന്നാൽ രാജ്യത്തെ നിയമമാണ് എന്നത് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ നടപടി എടുത്തിരിക്കുന്നത്. അതാണ് ഈ വ്യാഖ്യാനങ്ങളെ പ്രശ്നം. അദ്ദേഹം ഒരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു, മറ്റവർ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ഇറ്റ്സ് ഓൾ ദെയർ ഇന്റർപ്രിട്ടേഷൻസ്. അപ്പൊ ഇത് മാത്രമല്ല, ഇത് ഒരു ദിവസം ഇപ്പം ഗവർണർ ഇത് മാത്രമല്ല, ഇത് ഒരു സ്ഥാനത്ത് നിന്ന് ഒരാളോട് മാറാൻ പറയുമ്പോൾ അയാളോട് നിങ്ങൾ വിധിയെക്കുറിച്ച് എന്ത് പറയുന്നു എന്നൊക്കെ ഒരു അടിസ്ഥാനപരമായി പാലിക്കപ്പെടേണ്ട സാമാന്യ നീതിയുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ചുമ്മാ ഒരു കടലാസ് അയച്ചത് അത് നേരിട്ടല്ല, ഓവർ ഇമെയിൽ അയച്ചിട്ട് നിങ്ങൾ നാളെ 11:30 മാറിക്കോളാൻ പറയാൻ പറ്റുന്ന ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ആൻഡ് ഗവർണർ ചാൻസലർ ഈസ് ഓൾസോ ക്രിയേച്ചർ ഓഫ് ദ സ്റ്റാറ്റ്യൂട്ട് ഓർ അതർ ആക്ട്. അങ്ങനെയൊക്കെ ഗൗരവത്തിൽ കാണാതെ വളരെ ആഘോഷത്തോടുകൂടി മാറാൻ പറയാൻ പറ്റുമോ? ഇത്തരം നടപടികളിലേക്ക് പോകേണ്ടത്. ശ്രീ സുരിൽ, ഇപ്പോൾ 11:30 ഗവർണർ അനുവദിച്ച സമയം കഴിയുകയാണ്. എന്തായാലും 11:30 ഉണ്ടാവും, അല്ലാതെ 11:31 ലോകം അവസാനിക്കാൻ പോകുന്നില്ലല്ലോ. ഓക്കെ, നിയമ നടപടിക്കാണോ നിങ്ങളുടെ നീക്കം? അതൊക്കെ ഞാൻ അത് പറയാൻ ആളല്ലോ. നാച്ചുറലി എനിക്ക് ഔദ്യോഗികമായിട്ട് യൂണിവേഴ്സിറ്റി അറിയിപ്പ് കിട്ടിയിട്ടില്ല. നിയമ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമുണ്ട് എന്ന് അത്രേ ഉള്ളൂ. നമുക്ക് നിങ്ങൾക്കെതിരെ ഒരു സാധനം വന്ന ഒരു ഷോക്കോസ് വന്നാൽ യു വിൽ റെസ്പോണ്ട് ചെയ്തേക്കാം. ആ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. ചിലപ്പോൾ എഴുത്ത് മറുപടി കൊടുക്കുമായിരിക്കും, ചിലപ്പോൾ കോടതി പോകുമായിരിക്കും, ചിലപ്പോൾ ഗവർണറോട് വിളിച്ച് സമാനം പറയുമായിരിക്കും. എന്താണെന്ന് അറിയാൻ പാടില്ല. ശരി ശരി, വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. ശ്രീ സുറിൻ, ഞങ്ങളോട് സുറിൻ നായിപ്പാണ്, MG യൂണിവേഴ്സിറ്റി അഭിഭാഷകനാണ് നമ്മളോട് സംസാരിച്ചത്.